ഗുജറാത്തിലെ ജാംനഗർ റിഫൈനറി കോംപ്ലക്സിന്റെ ഗ്രീൻ ബെൽറ്റിനുള്ളിൽ റിലയൻസ് സൃഷ്ടിച്ചെടുത്ത 3000 ഏക്കർ വരുന്ന കൃത്രിമ വനാന്തരീക്ഷം വൻതാര എന്ന പേരിൽ പ്രവർത്തനം സജീവമാക്കുകയാണ്. പ്രകൃതിദത്തവും അനുയോജ്യവുമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് മൃഗങ്ങൾക്ക് പുനരധിവാസം നടപ്പിലാക്കുന്നതാണ് പദ്ധതി. ഇന്ത്യയിലും വിദേശത്തുമായി പരിക്കേറ്റതും പീഡിപ്പിക്കപ്പെടുന്നതുമായ വന്യജീവികളുടെ ചികിത്സയിലും പുനരധിവാസത്തിലും അനന്ത് അംബാനിയുടെ ആശയമായ വൻതാര ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ തുടങ്ങിയ പ്രശസ്ത രാജ്യാന്തര സർവകലാശാലകളും സംഘടനകളും ഈ പദ്ധതിയിൽ സഹകരിക്കുന്നു. 25,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ആശുപത്രി തന്നെ ഇവിടെ ആനകൾക്ക് പ്രത്യേകമായുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രി എന്ന ബഹുമതിയും ഇത് അവകാശപ്പെടുന്നു. പോർട്ടബിൾ എക്സ്റേ മെഷീനുകൾ, എൻഡോസ്കോപ്പിക് റോബോട്ടിക് സർജറി മെഷീനുകൾ, 6 ശസ്ത്രക്രിയാ കേന്ദ്രങ്ങൾ, അത്യാധുനിക സൗകര്യങ്ങൾ ഇവയെല്ലാം സജ്ജീകരിച്ച ഇവിടെ നിന്നും ടാർസൻ എന്ന ആനയ്ക്ക് വിജയകരമായ തിമിര ശസ്ത്രക്രിയ നടത്തിയിരുന്നു. ടാർസൻ വളരെ ചുറുചുറുക്കുള്ള 14 വയസ്സ് മാത്രം പ്രായമുള്ള ആനയാണെന്ന് ടാർസനെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് പറയുന്നു. My name is Dr. Yaduraj and I am a head veterinarian at the Radhakrishna Temple Elephant Welfare Trust. Tarzan is a very young male elephant that we have. He is about 14 years old, is very energetic, but unfortunately he had a cataract in his left eye and he was not able to see from that eye at all. എന്നാൽ തിമിരം ബാധിച്ചതോടെ കണ്ണിൽ ഒരു നിഴൽ വന്ന് മൂടുന്ന പോലെയുള്ള സാഹചര്യം ടാർസനെ പലപ്പോഴും അക്രമാസക്തനാക്കുന്നുണ്ട്. Sometimes can actually react to a shadow and it can be aggressive towards that shadow. Being a young elephant, he had all his life ahead of him, so we contacted the veterinary ophthalmologist team in India. മൃഗങ്ങളുടെ കണ്ണുകൾക്കുള്ള ലെൻസ് നിർമ്മിക്കുന്ന ഒരു ജർമ്മൻ കമ്പനിയിൽ നിന്നാണ് ടാർസന്റെ കണ്ണുകൾക്ക് ആവശ്യമായ ലെൻസുകൾ എത്തിച്ചത്. ഇന്ത്യയിലും വിദേശത്തു നിന്നുമുള്ള നിരവധി മൃഗ ഡോക്ടർമാരും ഭാഗമായ ഈ സർജറി റിലയൻസ് ഫൗണ്ടേഷന്റെ സംരംഭമായ വൻതാരയിൽ നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഒന്നു മാത്രമാണ്. I'm Dr. Kasturi Bharsave. I am the founder of the iVet clinics. If you leave these cataractous lenses in these elephants, then certainly they are going to form further complications. At some point they are going to fall off. And when they fall off, they are going to create a lot of pain, discomfort. And at that point, doing a cataract surgery will not be an option. Get this lens that is specifically required for elephants, and we found out that there was a company in Germany that makes the lenses for animals specifically, and one of the team members who carried out the surgery, Dr. Richard. Professor Richard McMillan from Auburn University, located in Auburn, Alabama. The importance of doing cataract surgery in the elephant is it going to, first of all, improve vision, 2, improve the health of the eye, and 3, improve the quality of life for the animal. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ വൻതാര 200-ലധികം ആനകളെയും ആയിരക്കണക്കിന് മറ്റു മൃഗങ്ങളെയും ഉരഗങ്ങളെയും പക്ഷികളെയും സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷിച്ചു. കണ്ടാമൃഗം, പുള്ളിപ്പുലി, മുതല എന്നിവയുടെ പുനരധിവാസത്തിലും മുൻകൈയെടുത്തു. മനുഷ്യത്വപരവും ദൈവികവുമായ സേവയാണ് മൃഗസംരക്ഷണമെന്നാണ് ആനന്ദ് അംബാനി ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. അമ്മയിൽ നിന്നാണ് തനിക്ക് പ്രചോദനം ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈന്ദവ വിശ്വാസത്തിൽ മൃഗങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. സുവോളജിക്കൽ പാർക്കല്ല വൻതാരയെന്നും മറിച്ച് സേവാലയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. बचाव करके भारत के हर एक कोने से हमने यहाँ हाथी लाया है. हम हाथी का सेवा करते हैं. यहाँ खाली सेवा का कार्य होता है. ये चिड़ियाघर नहीं है, ये सेवालय है. यहाँ मैं खुद मानता हूँ कि श्री गणेश हाथियों में विराजते हैं और वो एक स्वरूप है. तो मैं गणेश का सेवा के भाव से हाथियों का सेवा करता हूँ. हमने यहाँ न्यूट्रिशन लैब और किचन भी बनाया है जो आपने आज देखा. और जो 600 एकड़ में हमने जंगल बनाया है तो हाथी को ये लगे कि वो अपने नेचुरल हैबिटाट में ही मौजूद और वहीं है और महसूस करे कि मैं जंगल में ही रहता हूँ. और हम अभी यहाँ बहुत सारे हाथियों का सर्जरी कर रहे हैं. हम हाथियों के लिए बहुत अलग अलग प्रकार के
केयर मैनेजमेंट का कार्य भी कर रहे हैं. മറ്റൊന്നാണ് ബർമീസ് പെരുമ്പാമ്പിന് വൻതാര വഴി ലഭിച്ച പുതുജീവന്റെ കഥ. റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബർമീസ് പെരുമ്പാമ്പ് പലയിടത്തും വളർത്തുമൃഗമെന്ന നിലയിൽ ജനപ്രിയമാണ്. സാധാരണയായി ബർമീസ് പെരുമ്പാമ്പുകൾക്ക് 12 അടി മുതൽ 19 അടി വരെയാണ് നീളമുണ്ടാവുക. എന്നാൽ വൻതാരയിലെത്തിയ സെറ എന്ന ഈ പാമ്പിന്റെ വയർ അസാധാരണമാം വിധം വീർത്ത നിലയിലായിരുന്നു. തുടർന്ന് നടത്തിയ ശസ്ത്രക്രിയയിൽ വയറിനുള്ളിൽ നിന്ന് 27 ചീന മുട്ടകൾ കണ്ടെത്തി. അവയെ പുറത്തെടുത്തതോടെയാണ് സെറയുടെ ജീവൻ രക്ഷിക്കാനായത്. മറ്റൊന്നാണ് വൃക്കകൾ തകരാറിലായി വൻതാരയിലെത്തിയ വെള്ളക്കടുവയുടെ ജീവിതം. നേരത്തെ സർക്കസിൽ പ്രകടനം നടത്തിയിരുന്ന കടുവ വൻതാരയിലെത്തുമ്പോൾ മരണം മുന്നിൽ കാണുന്ന അവസ്ഥയിലായിരുന്നു. എന്നാൽ വൻതാരയിലെ ചികിത്സയ്ക്ക് ശേഷം കടുവയുടെ വൃക്കകൾ തകരാറിലാണെന്ന് കണ്ടെത്തി. ഈ കടുവയ്ക്ക് കൃത്യമായ പരിചരണം ലഭിച്ചതോടെ ആരോഗ്യനില മെച്ചപ്പെടാനും വൃക്ക സംബന്ധമായ പ്രശ്നം ഭേദമാവാനും സഹായിച്ചു. 2000-ലധികം ജീവനക്കാരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന വൻതാര എന്ന ഈ കേന്ദ്രം ഇനിയും അനേകം മൃഗങ്ങൾക്ക് അവരുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിലേക്ക് തിരികെ വരുന്നതിനും ആരോഗ്യത്തോടെ ജീവിക്കുന്നതിനുമുള്ള മുതൽക്കൂട്ടാകുമെന്നാണ് കരുതുന്നത്.